നമസ്കാരം. എല്ലാവരും ഇപ്പോൾ റെസ്റ്റിംഗ് ടൈമാണ്. ശരിക്കും കുറേ പേര് നിദ്ര ദേവിയെ വെൽക്കം ചെയ്തിട്ടുണ്ടാവും ഇതിനകം. Good evening. Welcome to my video. Today I thought of putting up a short informative video for you all. Especially I found it very useful. അപ്പോൾ ഞാനൊരു ചെറിയ എഡ്യൂക്കേഷണൽ വീഡിയോ പോലെ ഒരു ഇൻഫർമേഷണൽ, അതായത് ഒരു വിവര സാങ്കേതികമായിട്ട് ചേർന്നിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ വീഡിയോ. नमस्कार. अभी आप सभी लोग सो रहे होंगे, कुछ लोग जाग रहे होंगे. आज मैंने आपके लिए ख़ास एक इन्फॉर्मेटिव वीडियो बनाने के लिए पूरी कोशिश की है. ये एक एजुकेशनली और इंफॉर्मेशन टेक्नोलॉजी से जुड़ी हुई है. ഓക്കെ, ഞാൻ 3 ലാംഗ്വേജസാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിലായാലും കുറേ പേർക്ക് ഹിന്ദിയാണ്, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, പിന്നെ കുറേ ഫോറിനേഴ്സ് ഉണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ 3 ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്. കീപ്പിംഗ് ഇൻ മൈൻഡ് അബൌട്ട് മൈ നോർത്ത് ഇന്ത്യൻ ആൻഡ് ഫോറിൻ ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, I am using English language as I am doing it in 3 languages. मेरी फेसबुक फ्रेंड्स कुछ लोग नॉर्थ इंडियंस हैं, कुछ लोग फॉरेनर्स हैं और बाकी के पूरे मलयालीज़ हैं. तो मैं उनके लिए ख़ास एक इन्फॉर्मेशन वीडियो बना रही हूँ. होप आप लोग सब इसको लाइक और शेयर करेंगे. ओके, today I am going to discuss about aerobic mechanized composite unit. ഇന്ന് ഞാൻ ഒരു എയറോബിക് മെക്കനൈസ്ഡ് കോമ്പോസിറ്റ് യൂണിറ്റിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. आज मैं एक एरोबिक मैकेनाइज्ड कंपोज यूनिट के बारे में आपको जानकारी देने वाली हूँ. ആദ്യം एरोबिक मैकेनाइज्ड यूनिट എന്താണ്? What is aerobic mechanized composing unit? ओके, क्या आप समझ पाते हो एरोबिक मैकेनाइज्ड कंपोजिट यूनिट से? एरोबिक मैकेनाइज्ड कंपोस्ट യൂണിറ്റ് ഒരു വേസ്റ്റ് പ്രോസസ്സിംഗ് സിസ്റ്റമാണ്. അതായത് നമ്മളുടെ ഈ പറയുന്ന മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു യൂണിറ്റാണ്, സിസ്റ്റമാണ്. ദയവ് ചെയ്ത് എൻ്റെ മലയാളം വാക്കുകൾ ചിലതൊക്കെ ക്ഷമിക്കുക. എനിക്ക് പരിപൂർണമായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള മലയാള വാക്കുകൾ എനിക്കറിയത്തില്ല. എൻ്റെ അറിവിൽ ഞാൻ എന്താ മനസ്സിലാക്കിയത് ഞാനത് ഷെയർ ചെയ്യുവാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ എയറോബിക് മെക്കനൈസ്ഡ് യൂണിറ്റ്? ഇറ്റ് ഈസ് എ വേസ്റ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ്. whatever waste, garbage, etc., whatever it is, it processes that waste, okay, systematically. That uses oxygen, that is aerobic conditions, and mechanical equipment to really convert rapidly organic waste into composite एरोबिक वेस्ट. അപ്പോൾ क्या है ये एरोबिक मैकेनाइज्ड कंपोस्ट? ये जो एरोबिक मैकेनाइज्ड कंपोस्ट है, ये एक वेस्ट प्रोसेसिंग सिस्टम है. जो भी आपका कचरा है वो उसको प्रोसेस करता है. उसके लिए वो ऑक्सीजन यूज़ करता है एरोबिक कंडीशंस के हिसाब से, और मैकेनिकल इक्विपमेंट भी यूसेज होती है जिनको वो ऑर्गेनिक जो भी कचरा है उनको कॉम्पोजिट एरोबिक वेस्ट में बदलते हैं. ओके, composting happens in the process of oxygen, allowing beneficial microorganisms to break down waste efficiently. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമ്പോസ്റ്റിംഗ് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഓക്സിജൻ്റെ പ്രസൻസിൽ മൈക്രോ ഓർഗാനിസംസ്, അതായത് ഗുണകരമായിട്ടുള്ള ചെറിയ മൈക്രോ ഓർഗാനിസംസിന് അതിന്
ബ്രേക്ക് ഡൗൺ ചെയ്യും. അതിനെ പൊട്ടിച്ച് വേസ്റ്റ് എഫിഷ്യൻ്റ്ലി പൊട്ടിക്കും. അതിനെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ എന്താ പറയേണ്ടത്, ബ്രേക്ക് ഡൗൺ ചെയ്യിപ്പിക്കും. ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് സ്മോളായിട്ടുള്ള മോളിക്യൂൾസ് ആയിട്ടുള്ള രീതിയിൽ അതിനെ ആക്കും. ഓക്കെ, കെമിസ്ട്രി പഠിച്ചവർക്ക് അറിയാം മോളിക്യൂൾസ് എന്തുവാണെന്നുള്ളത്. जिन्होंने केमिस्ट्री पढ़ा है उनको मालूम है मॉलिक्यूल्स की क्या मीनिंग होती है. ये कंपोस्टिंग कैसे हो सकता है? इनको ऑक्सीजन के प्रेजेंस में जो भी हमको गुण देता है, जो माइक्रो ऑर्गेनिजम्स गुण देता है, उनको ब्रेक डाउन करता है, इस वेस्ट को ब्रेक डाउन करता है, और वो भी बहुत खासियत एफिशिएंट मैनरिज्म में. सो composting the advantages: less odor, faster decomposition, better quality compost. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണകരം എന്താണെന്ന് വെച്ചാൽ ഇതിന് നാറ്റം കുറവായിരിക്കും, പെട്ടെന്ന് അത് കുഴിച്ചിടാൻ പറ്റും. അതായത് കുഴിച്ചിടാൻ എന്ന് പറഞ്ഞാൽ അതിനെ ഡീകമ്പോസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആധുനികമായിട്ടുള്ള വാക്കെന്ന് പറയുമ്പോഴത്തേക്കും കമ്പോസ്റ്റ് രൂപത്തിലാക്കാൻ പറ്റും. बेटर क्वालिटी कंपोस्ट किटें चाहिए. ओके, ये जो कंपोस्टिंग से क्या गुण मिलती है हमको? इनकी बदबू ज़्यादा नहीं रहती है, बदबू बहुत कम होती है, फास्टर डिकम्पोजिशन हो जाता है, और अच्छे क्वालिटी की कंपोस्ट भी मिल जाती है. और मैकेनाइज्ड इक्विपमेंट्स जो है उसको वो क्या करती है, वो एक मशीन की तरह होती है. जो श्रेडर्स होते हैं, श्रेडिंग की जॉब करती है. उसको क्या होता है, वेस्ट का जो साइज़ है उसको कमी करने में मदद हो सकती है. श्रेडर्स के बराबर मैकेनाइज्ड इक्विपमेंट्स वेस्ट को कम रूपित दिखवाती है. और मिक्सर्स और टर्नर्स उसको वेस्ट को एरिएट करती है. कन्वेयर्स और रोटेटिंग ड्रम्स ये जो है वेस्ट को ज़्यादा प्रोसेसिंग करता है, छोटे छोटे टुकड़ों में करता है. ओके, और इसके जो एक बेनिफिट होती है वो क्या है कि मैनुअल लेबर को रिड्यूस होता है, और इक्विपमेंट होने की वजह से प्रोसेस बहुत लंबा नहीं चलता है. कम समय में हमको ये काम कर सकते हैं, हम ये काम करवा सकते हैं. रादर इक्विपमेंट से हम करवा सकते हैं, മെഷീൻ से. അപ്പോൾ ഈ മെക്കനൈസ്ഡ് എക്യുപ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ മെഷീൻ എന്ത് ചെയ്യുക, ഷ്രെഡേഴ്സിനെ പോലെ നമുക്ക് വേസ്റ്റ് സൈസ് കുറയ്ക്കാൻ സഹായകരമാകും. മിക്സേഴ്സോ ടേണേഴ്സ് അല്ലെങ്കിൽ കൺവെയേഴ്സോ റൊട്ടേറ്റിംഗ് ഡ്രംസ് അത് വേസ്റ്റിനെ ഏരിയേറ്റ് ചെയ്യും. അതായത് ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ പറയുന്ന മാനുഷികമായ ലേബർ അതിൻ്റെ നമുക്ക് ആശ്രയിക്കേണ്ട സമയം ലാഭം കിട്ടും, അതിൻ്റെ ആവശ്യമില്ല. മാനുവൽ ലേബറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പ്രോസസ്സിനെ നല്ലപോലെ എളുപ്പമാക്കും, സ്പീഡപ്പ് ആക്കുകയും ചെയ്യും. ഇതാണ് ഇതിന് ഗുണം. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ വളരെ ഉപകാരപ്രദമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വളരെയധികം ഗുണകരമാണ്. പിന്നെ ഈ ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് സെഗ്രിഗേറ്റ് ചെയ്ത് ഷ്രെഡ് ചെയ്യും. വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മെക്കാനിക്കലി അത് മിക്സ് ചെയ്ത് ഏരിയേറ്റ് ചെയ്യും റൊട്ടേറ്റിംഗ് മെഷീൻസിൽ. മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും, അതിൻ്റെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എറോബിക് കണ്ടീഷൻസ് പ്രകാരം അതിൻ്റെ ചെറിയ ചെറിയ പീസാക്കും. കോമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കും അത് അങ്ങോട്ട് ചീയും, അത് മെച്യൂർഡാവും. പിന്നെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓർഗാനിക് മാന്യൂർ, അതായത് നമ്മുടെ ചാണകം പോലെ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും.
ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ്സിൽ, ഹൗസിംഗ് സൊസൈറ്റീസിൽ, ഹോട്ടൽസിൽ, ഹോസ്റ്റൽസിൽ, ക്യാൻറ്റീൻസിൽ, പിന്നെ നമ്മുടെ സ്മാർട്ട് സിറ്റീസിൽ, സ്വച്ഛ് ഭാരത് പ്രോജക്ട്സ് അത് ഇന്ത്യയിൽ ഒക്കെ നിലവിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. മൈക്രോ ഓർഗാനിസംസ് breaks it down under aerobic system conditions. Waste is mechanically mixed and aerated. Organic waste is segregated and shredded. Compost matures over days or works under systematic manner. Final product is used as organic manure. And these types of municipal solid waste management, it's practical in apartments, housing societies, hotels, canteens, hostels, smart cities and Swachh Bharat projects. तो ऑर्गेनिक वेस्ट जो है उसको सेग्रीगेट किया जाता है, श्रेडेड किया जाता है, वेस्ट को मैकेनिकली मिक्स्ड और एरिएटेड किए जाते हैं. माइक्रो ऑर्गेनिजम्स उसकी टुकड़े टुकड़े करके एरोबिक कंडीशंस के बराबर काम करवाती है. कॉम्पोजिट मैच्योर्स ओवर क्ले डेज, यानी कि ये जो कॉम्पोजिट जो है वो दिन बर दिन मैच्योर होता जाता है, उसको एक परिपूर्णता मिलती है और फाइनल प्रोडक्ट जो है हम ऑर्गेनिक मैन्योर के जैसे यूज़ करते हैं. हम म्युनिसिपल सॉलिड वेस्ट मैनेजमेंट, ये जो मैनेजमेंट जो है ये कहाँ पे होती है? अपार्टमेंट्स में, हाउसिंग सोसाइटीज़ में, होटल्स में, हॉस्टल्स और कैंटीन्स, स्मार्ट सिटीज़ और स्वच्छ भारत प्रोजेक्ट्स में. अब इनका जो एडवांटेज है वो मैं बताती हूँ. फास्टर कंपोस्टिंग दैन ट्रेडिशनल मेथड्स. फास्टर, मिनिमल स्मेल रहता है, लैंडफिल वेस्ट को रिड्यूस करता है, एनवायरनमेंट फ्रेंडली रहता है, प्रोड्यूसेस यूजेबल ऑर्गेनिक फर्टिलाइज़र. ओके, तो एडवांटेजेस: फास्टर कंपोस्टिंग दैन ट्रेडिशनल मेथड्स, minimal smell, reduces landfill waste, environment friendly, produces usable organic fertilizer. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രഡീഷണൽ മെത്തേഡ്സ്, പൗരാണിക മെത്തേഡ് രീതികളിനെക്കാട്ടിലും ഇത് ഭയങ്കരമായിട്ട് വേഗതയിൽ പ്രവർത്തിക്കുന്നു. സ്മെല്ലിനെ കുറയ്ക്കുന്നു, അതായത് നാറ്റം കുറയ്ക്കുന്നു, ഗന്ധത്തെ കുറയ്ക്കുന്നു. ലാൻഡ്ഫിൽ വേസ്റ്റിനെ കുറയ്ക്കുന്നു, അതായത് നമ്മൾ ഈ കൊണ്ടുപോയി എറിയുന്ന ലാൻഡിലേക്ക് എറിയുന്ന വേസ്റ്റുകൾ അതിൻ്റെ ഒരു ആവശ്യമില്ല, അതിനെ റിഡ്യൂസ് ചെയ്യുന്നു, അത് കുറയ്ക്കുന്നു. പിന്നെ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്, പ്രകൃതിദത്തമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതിലുണ്ട്. പിന്നെ നമുക്ക് നല്ലപോലെ ഓർഗാനിക് പരമായിട്ടുള്ള വളം നമുക്ക് ഇതിൽ നിന്നും കിട്ടും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഇത് ആദ്യത്തെ എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. ഞാൻ ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ ഈ കൊല്ലം ഭാഗത്ത് പോളയത്തോട് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ ശ്മശാനത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു യൂണിറ്റ് ഇപ്പോൾ കോർപ്പറേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളത് കാണാൻ, ഇതിപ്പോൾ പല യൂണിറ്റ്സും പല രീതിയിലും പല സ്ഥലത്തും വച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഇത് വേണ്ടിയത് നമ്മളുടെ ഈ പറയുന്ന ഫാം ഒക്കെ ഉണ്ടല്ലോ, അവിടെയാണ് വേണ്ടിയത്. കാരണം ഇത് നമുക്കിപ്പോൾ ഓൾറെഡി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നാടിൻ്റെ ചെറിയ ചെറിയ മുക്കിനും മൂലയ്ക്ക്, അതായത് പഞ്ചായത്ത് പരമായിട്ടുള്ള താമസ ഏരിയയിലാണ് ഇത് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് പരമായിട്ട് ഇത് ഞാൻ പറയുന്നത് ഈ എറോബിക് മെക്കാനിസ്റ്റ് സിസ്റ്റം നമുക്ക് കോഴി വളർത്തൽ ഫാമിങ്സിനാകുമ്പോഴത്തേക്ക് ഓർഗാനിക് മാന്യൂർ ആൻഡ് ഫെർട്ടിലൈസർ കിട്ടും. അപ്പോൾ അത് അല്ലെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ ഒരു യൂണിറ്റിൻ്റെ കാര്യം നമുക്ക് കട ഓണേഴ്സിന് ഇങ്ങനെ ആ ഒരു മെഷീൻ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് ഇന്നോവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അതിനെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ആയിരിക്കും ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളത്. കാരണം ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് ഭയങ്കര ഒരു തലവേദനയാണ്. ഇറ്റ്സ് എ ഹെഡേക്ക്. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇസ് ലിറ്ററലി എ ഹെഡേക്ക്. സോ
such types of projects, the government can ensure that they introduce small loan sections, or they can introduce such machineries and equipments on loan basis and cash basis. The equipments have to be invented. College students can take an initiative in building up such technological devices or units. Even those who are in the IT field, അതായത് ഈ പറയുന്ന കൂട്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ അവർക്കൊക്കെ ഇതിന് വലിയൊരു സ്ഥാനമുണ്ടാവും. ഒരു റോൾ എന്തായാലും ഉണ്ടാവും. ഇൻസ്റ്റലേഷൻ പാർട്ട് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് പഠിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കി കണ്ട് ഇത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇറ്റ്സ് യൂസ്ഫുൾ ടു യു. വാട്ട് ഐ വാസ് സേയിങ് ഇൻ മലയാളം വാസ് ദിസ് unit can be commissioned and installed by the concerned authorities in the government section after collaborating with the private sectors, the ITINs, technologically driven people, okay, and even the construction sectors, and they can be given on loan basis or on cash basis, these equipments, to the shop owners of poultry farms and those who are running household, those who are in-house bioorganic fertilizers can be generated from such machines and equipments. Already this has been implemented in every district, I think. But in Kollam district, I don't know how far this is being implemented and how far, because if you see, you can see a short video of Mia in one of her. Mia is an actress in Malayalam. She has done a video relating to this waste management. So waste management के हिसाब से आप waste management के करने के लिए ऐसे इक्विपमेंट्स निर्माण कीजिए. गवर्नमेंट सेक्टर के से कोलैब कीजिए. प्राइवेट जो भी है ITINs है, कॉलेज स्टूडेंट्स है, आप कोलैब कर सकते हो गवर्नमेंट से. इनकी जानकारी आप स्टडी करके, आपको इनकी सहायता करके आप इनको एग्जीक्यूट कर सकते हो. मशीन बना के भेज सकते हो लोन के बेसिस या कैश बेसिस. किनको? ये जो पोल्ट्री फार्म्स जो फार्मिंग करते हैं, फ़िश फार्मिंग करते हैं, ये जो वेस्ट जो होती है इनको रिड्यूस करने में हमारी पूरी तरह से. अभी आप फॉरेन कंट्री में जाओगे तो कितना सिस्टमैटिक से होता है वहाँ के वेस्ट मैनेजमेंट, लेकिन हमारे यहाँ पे अभी भी कचरा दूर से फेंकते हैं. तो क्या होता है कि जो हमारा जो लैंड है, जो फॉरेनर्स विज़िट करते हैं, कोई भी विज़िट करता है, रोड पे कचरा फेंका दिखता है, तो ये अच्छी बात नहीं है. ये हमारी स्वच्छ भारत के एक स्कीम है, मुझे पता है, लेकिन कहाँ पे पूरी तरह से 100% में इम्प्लीमेंट होना चाहिए. यही मेरी प्रार्थना है, मेरी आकांक्षा है. तो ये जो 2026 जो है, ये बरस ही पूरी कोल्लम डिस्ट्रिक्ट, पूरी छोटी डिस्ट्रिक्ट्स में ऐसे स्कीम्स आएंगे, ऐसे इक्विपमेंट्स आएंगे. मैं കാമന करती हूँ. ഓക്കെ. तो എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ FB ഫ്രണ്ട്സിനും ആൻഡ് ഫോർ ദി ജനറൽ പബ്ലിക്, ജയ് ഹിന്ദ്, ജയ് ഭാരത്, ജയ് സ്വച്ഛ് ഭാരത്. നമസ്തേ.